ഞാൻ അത് ഇതുവരെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. നല്ല ഒന്നാന്തരം ടെൻഷനോട് കൂടിയാണ് ഞാൻ അൽബേനിയയിലേക്ക് യാത്ര ചെയ്യുന്നത് മാത്രമല്ല, ഈ ആദ്യത്തെ ദിവസം ടിറാനയിലൂടെ സഞ്ചരിക്കുന്നതും ഒക്കെ നല്ല ടെൻഷനോടെയാണ്. ഞാൻ സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് പുറപ്പെടുമ്പോൾ അവിടെ ഉൾനാടുകളിലൂടെ അല്ലെങ്കിൽ അടുത്ത സ്ഥലങ്ങളിലേക്ക് ഒക്കെ യാത്ര ചെയ്യാൻ വേണ്ട വണ്ടിയുടെ ഒരുക്കങ്ങളൊക്കെ നടത്തിയിട്ടാണ് പോവുക. ഏതെങ്കിലും ടാക്സി കമ്പനിയൊക്കെ വിളിച്ച് സംസാരിച്ച് അല്ലെങ്കിൽ ഇമെയിൽ ചെയ്ത് അടുത്ത 3-4 ദിവസം ഉൾനാടുകളിലേക്ക് മറ്റു പട്ടണങ്ങളിലേക്കൊക്കെ പോകാനുള്ള സംവിധാനം ഒരുക്കും. പക്ഷേ ഈ അൽബേനിയയുടെ ഉൾനാടുകളിലേക്ക്, മറ്റു പട്ടണങ്ങളിലേക്ക്, മറ്റു കാഴ്ചകളിലേക്ക് അടുത്ത 3 ദിവസം പോകാൻ ഒരാളെയും എനിക്ക് കിട്ടിയിട്ടില്ല. ഒരു വണ്ടിയും അറേഞ്ച് ചെയ്തിട്ടില്ല. ആദ്യത്തെ രാത്രി എയർപോർട്ടിൽ നിന്ന് പാതിരാത്രി കഴിഞ്ഞപ്പോൾ ടിറാനയിലെ ഹോട്ടലിൽ വന്ന് കയറുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അവിടെ കമിഴ്ന്ന് കിടന്നുറങ്ങുന്ന ഒരു അപ്പൂപ്പനുണ്ടായിരുന്നു റിസപ്ഷനിൽ നിന്ന്. ഈ അപ്പൂപ്പനെ വിളിച്ചേൽപ്പിച്ച് ബുക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഹോട്ടൽ കീ തന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എനിക്കൊരു സഹായം ചെയ്യാമോ? എനിക്ക് നാളെ രാവിലെയല്ല, അതിനടുത്ത ദിവസം എനിക്ക് ഈ അൽബേനിയയുടെ തെക്കേ അറ്റത്തുള്ള സറാണ്ടെ പട്ടണത്തിലേക്ക് പോകണം. അതുകൂടാതെ ഡൂറസ്, ടെപ്ലേനി, ജിറോകാസ്റ്റർ, ഇങ്ങനെ കുറേ പട്ടണങ്ങളിലേക്ക് പോകണം. ഒരു 3 ദിവസം യാത്ര ചെയ്യാനുണ്ട്. അതിനുവേണ്ടി ഒരു വണ്ടി വേണം. അപ്പം അപ്പൂപ്പൻ എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിച്ചു, 3 ദിവസത്തേക്ക് കാറോ? ഞാൻ പറഞ്ഞു, അതെ, 3 ദിവസത്തേക്ക് എനിക്കൊരു വണ്ടി വേണം. വണ്ടി മാത്രം പോരാ, ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുന്ന ഒരാളെയും കിട്ടണം. പുള്ളി പറഞ്ഞു, നോക്കട്ടെ, ഞാനും നോക്കാം. ഒരു കാര്യം ചെയ്യേ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരുമ്പോഴത്തേക്കും ഞാൻ നോക്കി വെക്കാം എന്ന് പറഞ്ഞു. പുള്ളി അത് ഏറ്റിട്ടുണ്ടാവും എന്ന് വിശ്വസിച്ചാണ് ഞാൻ അന്ന് കിടക്കാൻ പോകുന്നത്. പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരുമ്പോൾ അതിരാവിലെ, അന്ന് ഞായറാഴ്ചയാണ്, അപ്പൂപ്പനുണ്ട്. ഞാൻ ചോദിച്ചു, എന്തായി, വല്ലതും നടക്കുമോ? പുള്ളി പറഞ്ഞു, ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ഞാൻ ശ്രമിക്കാം, ആരെങ്കിലും കിട്ടാതിരിക്കില്ല, നിങ്ങൾ ധൈര്യമായിട്ട് പോകും. ഇന്ന് രാത്രി നിങ്ങൾ പോയിട്ട് വരുമ്പോഴത്തേക്കും ഞാൻ ഒരാളെ കണ്ടുവെക്കാം, നോക്കട്ടെ. അപ്പോൾ ഞാൻ ആ ഉറപ്പും വിശ്വസിച്ച് പല കാഴ്ചകളിലേക്ക് പോയി. ടിറാനയിലെ കാഴ്ചകളുടെ കഥകളൊക്കെ പറഞ്ഞു. മലമുകളിൽ പോയി നല്ല ഒന്നാന്തരം ബീഫ് കറി കൂട്ടി നല്ല ശാപ്പാടൊക്കെ അടിച്ചു. തിരിച്ച് രാത്രിയിൽ ഇവിടെ വരുമ്പോൾ വീണ്ടും അപ്പൂപ്പൻ അവിടെയുണ്ട്. അപ്പൂപ്പൻ പകൽ പോയിട്ട് വൈകിട്ടത്തെ ഡ്യൂട്ടിക്ക് കയറി വന്നിരിക്കുക. ഞാൻ ചോദിച്ചു, എന്തായി നമ്മുടെ ടാക്സി? അപ്പോഴാണ് പുള്ളി തലയെ കൈവെക്കുന്നത്. അയ്യോ, അത് ശരിയായില്ല, ഞാൻ മറന്നുപോയി. എനിക്ക് വലിയ നിരാശയും ദേഷ്യവും ഒക്കെ കൂടെ വന്നു. പക്ഷെ എന്തു ചെയ്യാം, ഞാൻ വീണ്ടും അടുത്ത് പോയിരുന്നു. ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഒന്ന് വിളിക്കുക, ആരെങ്കിലും ഉണ്ടോ അറിയാവുന്നത്? പുള്ളി അങ്ങനെ പലരെ ഇരുന്നങ്ങ് വിളിക്കാൻ തുടങ്ങി. ഈ വിളിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്തറിയോ, ഇവർ വിളിക്കുമ്പോഴേ ഈ ഫോൺ എടുക്കുന്ന ആളോട് ഇങ്ങനൊരു കാര്യം പറയില്ല. ആദ്യം കാലാവസ്ഥ എങ്ങനെയുണ്ട്, ഇന്ന് ക്ലൈമറ്റൊക്കെ, വെതറൊക്കെ നല്ലതായിരുന്നില്ലേ, നല്ല സണ്ണി ആയിരുന്നില്ലേ, പുറത്ത് പോയോ, ഫാമിലിയൊക്കെ എന്ത് പറയുന്നു, ഇങ്ങനെ നാട്ടുവിശേഷവും വീട്ടുവിശേഷവും ഒരു 10 മിനിറ്റ് സംസാരിക്കും. അത് കഴിഞ്ഞിട്ടാണ് പറയുന്നത്, ഇങ്ങനെ ഒരു കക്ഷി ഇവിടെ വന്നിട്ടുണ്ട്, അയാൾക്കൊരു കാറ് വേണം, നിങ്ങൾക്ക് പരിചയത്തിൽ വല്ലതും ഉണ്ടല്ലോ, നിങ്ങളുടെ കാർ ഓടുമോ? അതില്ല എന്ന് പറയുന്നു. ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫോൺ നിർത്തിയല്ല. പിന്നെ കുറേ മാറ്റുവിശേഷങ്ങൾ, അവിടുത്തെ കാലാവസ്ഥ, രാഷ്ട്രീയം, കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടേ വെക്കുകയുള്ളൂ. വീണ്ടും അടുത്തയാളെ വിളിക്കും. ഇങ്ങനെ ഒരു 1/4 മണിക്കൂർ ഇയാൾ ഫോൺ ചെയ്തു പലരെയായിട്ട്. പുള്ളി പറഞ്ഞു, ഒന്നും ശരിയാകുന്നില്ലല്ലോ അങ്ങോട്ട്, എനിക്ക് പോയേ പറ്റൂ, നാളെ രാവിലെ. ഞാനിവിടെ ഹോട്ടൽ മുറി ബുക്ക് ചെയ്തിട്ടില്ല. ഞാൻ നാളെ രാത്രി എനിക്ക് താമസിക്കേണ്ടത് ജിറോകാസ്റ്റർ എന്ന് പറയുന്ന പട്ടണത്തിലാണ്. അത് വലിയ ചരിത്രമുള്ളൊരു വലിയൊരു നഗരമാണ്. അത് ഈ അൽബേനിയയുടെ തെക്കൻ ഭാഗത്താണ്. പിന്നത്തെ ദിവസം രാത്രി താമസിക്കേണ്ടത് സറാണ്ടെ എന്ന് പറയുന്ന ഒരു പട്ടണമാണ്. സറാണ്ടെ അഡ്രിയാറ്റിക് തീരത്തെ ഒരു ഗംഭീരമായ ഒരു നഗരം, ഒരു ചരിത്ര നഗരമാണ്. ഈ സറാണ്ടയുടെ തൊട്ട് ചേർന്ന് അവിടുന്ന് ഏതാനും കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഗ്രീസ് എത്തി. ഗ്രീസിൻ്റെ ബോർഡറിലാണ്. അതായത് അൽബേനിയയുടെ ഏതാണ്ട് വടക്കൻ ഭാഗത്താണ് ഈ ടിറാന എങ്കിൽ അതിൻ്റെ തെക്കേ അതിരിലേക്ക് നമ്മൾ പോവുകയാണ്. മലമ്പ്രദേശങ്ങളെല്ലാം കടന്നു പോകണം. അപ്പോൾ ഒരു കാറ് കിട്ടിയേ പറ്റൂ. ഈ കാറ് തന്നെ വേണമെന്ന് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് അത്ര ഗംഭീരമല്ല. റെയിൽവേ സർവീസ് പണ്ടുണ്ടായിരുന്നു. ഈ കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്ത് റെയിൽവേ വഴി കണക്റ്റഡ് ആയിരുന്നു പല പട്ടണങ്ങളും. പക്ഷേ കമ്മ്യൂണിസം തകർന്നതിന് ശേഷം ഈ റെയിൽവേ സംവിധാനം തകർന്ന് തരിപ്പണമായിപ്പോയി. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞ് ഈ റെയിൽവേ സിസ്റ്റം പ്രൈവറ്റൈസ് ചെയ്തു. എന്നിട്ട് നേരെ ചൊവ്വേ ട്രെയിനൊന്നും ഓടാൻ തുടങ്ങിയിട്ടില്ല. പല റൂട്ടിലും ട്രെയിനില്ല. അതല്ലാതെ ഉൾനാടുകളിലൂടെയുള്ള ഗതാഗതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുതരം മിനി ബസ്സുണ്ട്. 20-25 സീറ്റിൻ്റെയൊക്കെ മിനി ബസ്സുകളാണ്. ഇതിന് കൃത്യമായൊരു ടൈം ടേബിളൊന്നുമില്ല. ആൾ നിറയുമ്പോൾ ഒരിടത്തുനിന്ന് അടുത്ത സ്ഥലത്തേക്ക് ബോർഡ് വെച്ചിട്ടുണ്ടാവും. ഈ ബോർഡ് അനുസരിച്ച് ആളുകൾ ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് കയറും. അതുമായിട്ട് ഈ മലമ്പ്രദേശങ്ങളിലൂടെ ഓടും. ചിലപ്പം ചില റൂട്ടുകളിൽ ദിവസത്തിൽ ഒരു ബസ്സൊക്കെ ഉള്ളൂ. അത് നാട്ടുകാർക്ക് മാത്രമേ അറിയുള്ളൂ. മാത്രമല്ല, ഈ ബസ്സിൽ യാത്ര ചെയ്യുന്നവരും ബസ്സിലെ ഡ്രൈവറും ഒക്കെ ഈ ഇംഗ്ലീഷ് തീരെ അറിയാത്തവരാണ്. അവരോട് സംസാരിക്കാനോ
ഈ ബസ്സിൻ്റെ റൂട്ടിലെ ഇടയ്ക്കുള്ള ചില സ്ഥലങ്ങളിൽ നമുക്ക് ഇറങ്ങിയിട്ട് മറ്റൊരു ബസ്സിൽ കയറിയൊക്കെ വേണം നമുക്ക് ഈ പോകേണ്ട ടൂറിസം ഡെസ്റ്റിനേഷനുകളിലേക്ക് അല്ലെ ചരിത്ര നഗരങ്ങളിലേക്ക്, ഉൾനാടിൽ നമ്മൾ ലിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രാമങ്ങളിലേക്കൊക്കെ പോകാൻ. അവിടുത്തെ ആളുകൾക്ക്, മിക്കവാറും ആളുകൾക്ക് പഴഞ്ചനാണെങ്കിലും പഴയ ലാഡ പോലത്തെ കാറുകളാണെങ്കിലും കാറുകളുണ്ട്. അതുകൊണ്ട് മിക്കവാറും പേരെ സ്വന്തം വാഹനത്തെ ആശ്രയിച്ചാണ് പോകുന്നത്. ഒരു പൊതുഗതാഗത സംവിധാനം ഗംഭീരമായിട്ടില്ല അവിടെ. അതാണ് ഏറ്റവും പ്രധാന പ്രശ്നം. ഞാൻ അപ്പൂപ്പൻ്റെ അടുത്ത് വീണ്ടും പറഞ്ഞു, വേറെ ആരെയെങ്കിലും കിട്ടുമോ ഈ ടാക്സി ഓടിക്കുന്നവരല്ലാതെ, ടൂറിസ്റ്റ് കമ്പനിയുടെ ആൾക്കാരല്ലാതെ. അപ്പോൾ പുള്ളി കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു. ഇങ്ങനെ മുകളിലേക്കും താഴേക്കും ഒക്കെ നോക്കിയിരുന്ന് ആലോചിച്ചിട്ട് പുള്ളി ഞാൻ ഒരാളെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളി വിളിച്ചു. ഈ പറഞ്ഞതുപോലെ തന്നെ ഈ പഴയ വീട്ടുവിശേഷങ്ങളെ, രാഷ്ട്രീയം, പൊളിറ്റിക്സ് ഇതെല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പുള്ളിയോട് പറഞ്ഞു, ഇങ്ങനെ ഒരു കുരിശൻ്റെ മുമ്പിൽ വന്നിരിപ്പുണ്ട് എന്നായിരിക്കണം പറഞ്ഞിട്ടുണ്ടാവുക. ഇയാളുടെ കൂടെ ഒരു 3 ദിവസം എനിക്ക് പോകാൻ പറ്റുമോ, നല്ല കാശ് മേടിച്ച് തരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവണം. ഏതായാലും പുള്ളി ഫോൺ ഇയാളോട് കുറേ നേരം സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഫോൺ ഇങ്ങനെ പൊത്തിപ്പിടിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരാളുണ്ട്, ടാക്സി ഒന്നുമല്ല, അയാൾ സ്ഥിരം ഓടുന്ന ആളുമില്ല, എൻ്റെ ഒരു ഫ്രണ്ടാണ്. പുള്ളി ഒരു 3 ദിവസത്തേക്ക് വേണേൽ വരും. പുള്ളിയുടെ കാറുണ്ട്. പക്ഷെ പുള്ളിക്ക് ഒരു ദിവസത്തേക്ക് ഓടാൻ 12,000 ലേക്ക് വേണം. അതായത് നമ്മുടെ ഏതാണ്ട് 6,000 രൂപ. കൂടാതെ അയാൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കണം, ടോളോട്ട വല്ലതും ഉണ്ടെങ്കിൽ അത് കൊടുക്കണം. കൂടാതെ അയാൾക്ക് ഈ 2 രാത്രിയും താമസിക്കാൻ ഹോട്ടൽ മുറിയും കൊടുക്കണം. പറ്റുമോയെന്ന് ചോദിച്ചു. ഈ പറ്റുമോ എന്ന ചോദ്യത്തിന് അവിടെ പ്രസക്തിയൊന്നുമില്ല. പറ്റണം. ഇല്ലെങ്കിൽ നാളെ ഇനിയിപ്പോൾ നേരം വെളുക്കുമ്പോൾ നമ്മളിവിടുന്ന് പുറപ്പെടേണ്ടതാണ്. ഞാൻ പറഞ്ഞു സമ്മതിച്ചോളാൻ പറഞ്ഞു. അയാൾ എഗ്രി ചെയ്തു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഉറപ്പല്ലേ? ഉറപ്പാണ്, എൻ്റെ ഫ്രണ്ടാണ്. രാവിലെ പുള്ളി ഇവിടെ എത്തിയിരിക്കും, 8 മണിയാകുമ്പോഴത്തേക്കും പുള്ളി ഇവിടെ വരാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരാശ്വാസമായി. ഞാൻ മുറി പോയി കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ 7 മണിയായപ്പോൾ തന്നെ റെഡിയായി, ലഗേജൊക്കെ പാക്ക് ചെയ്ത് ഞാൻ പുറത്ത് വന്നു. അപ്പോൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡാണ്. അത് കഴിച്ചു. ഒരു 7:45 മുതൽ ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ വേറൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, റിസപ്ഷനിൽ മൂപ്പരില്ല. ഇന്നൊരു തിങ്കളാഴ്ച രാവിലെയാണ്. ഒരു പെൺകുട്ടിയാണ് രാവിലെ തന്നെ റിസപ്ഷൻ 7 മണിക്ക് മറ്റൊന്ന് വന്ന് ഡ്യൂട്ടി എടുത്തതാണ്. അപ്പൂപ്പം പോയിരിക്കുന്നു. അപ്പം ഞാൻ ഈ പെൺകുട്ടിയുടെ അടുത്ത് നിന്ന് ചോദിച്ചു, ഇതിൻ്റെ മുമ്പ് രാത്രി ഇരുന്ന ആൾ എനിക്കൊരു കാറുകാരനെ അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. പുള്ളി 8 മണിക്ക് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വരൂല്ലോ അല്ലേ? അപ്പോൾ പുള്ളിക്കാരത്തേക്ക് ഒന്നും അറിയത്തില്ല, ഇയാൾ ഒന്നും പറഞ്ഞു കൊടുത്തിട്ടേ ഇല്ല. ഞാൻ പറഞ്ഞു, അങ്ങനെയാണ് കാരണവരെ ഒന്ന് വിളിക്കാവോ? ആ പെൺകൊച്ച് മടിയോടെ അപ്പൂപ്പനെ വിളിച്ചിട്ട് ചോദിച്ചു, ഇങ്ങനെ ആരാണ്ടോ വരുമെന്ന് പറഞ്ഞു, ഇന്ന മുറിയിലെ ഇന്ന അയാൾ ചെക്കൗട്ട് ചെയ്തിട്ടുണ്ട്, അയാൾ കാറ് കാത്തിരിക്കുകയാണ്, വരുമോ? അപ്പോൾ അപ്പൂപ്പൻ എന്തോ പറഞ്ഞു വരുമെന്നായിരിക്കണം. ഏതായാലും വെയിറ്റ് ചെയ്യാൻ എന്നോട് പറഞ്ഞു. അങ്ങനെ ഇരുന്നു. 8 മണി ഒക്കെ ആകാറായപ്പോഴത്തേക്കും പുറത്തൊരു ബെൻസ് കാർ, നല്ലൊരു ബെൻസ് കാർ വന്ന് ഹോട്ടലിന് മുമ്പിൽ നിർത്തുന്നു. അതിനകത്ത് നല്ല യോഗ്യനായൊരു മനുഷ്യൻ ഇറങ്ങി വരുന്നു. ഇറങ്ങി വന്ന് റിസപ്ഷനിലേക്ക് കയറി വരുന്നു. ആ പെൺകുട്ടിയോട് എന്തോ ചോദിക്കുന്നു. ആ പെൺകുട്ടി എൻ്റെ നേരെ ചൂണ്ടുന്നു. അപ്പോൾ അയാൾ അവിടെ നിന്ന് എന്നെ നോക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇയാളായിരിക്കണം. ഞാൻ നേരെ ചെന്നു. ഞാൻ കൈ നീട്ടി ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു. അദ്ദേഹത്തെ ഈ പെൺകുട്ടി പറയുന്നു, ഇയാളാണ് അലക്സാൻഡ്രോസ്. അലക്സാൻഡ്രോസാണ് നിങ്ങളുടെ ഡ്രൈവർ. അപ്പോൾ അലക്സാൻഡ്രോസ് എന്തൊക്കെയോ കാര്യങ്ങൾ ഇവരുടെ ഭാഷ ചോദിക്കും. ഞാൻ ഇംഗ്ലീഷിൽ മറുപടി പറയുന്നു. അലക്സാൻഡ്രോസിന് ഇംഗ്ലീഷിലൊന്നും മനസ്സിലാവുന്നില്ല. കാര്യത്തിന് തീരുമാനമായി. അപ്പോൾ അപ്പൂപ്പനോട് ഇന്നലെ വളരെ കാര്യമായിട്ട് പറഞ്ഞതാണ് ഇംഗ്ലീഷ് അറിയുന്ന ആൾ വേണമെന്നൊക്കെ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഈ അടുത്ത 3 ദിവസം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് ആശയവിനിമയം നടത്തി വേണം ഈ ഓരോ കാഴ്ചകളിലേക്കും പോകാൻ. പോകേണ്ട സ്ഥലങ്ങളുടെയൊക്കെ ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. അങ്ങോട്ട് പോകണം, അവിടെ എന്തൊക്കെ കാഴ്ചയുണ്ട്, അതിനിടയ്ക്ക് എന്തെല്ലാം കാഴ്ചകളുണ്ടെന്നൊക്കെ ഇയാൾ ചോദിച്ചിട്ട് ഇയാളിൽ നിന്ന് മനസ്സിലാക്കണം. നമുക്ക് ആ രാജ്യം കേട്ടറിവേ ഉള്ളൂ. നമുക്ക് കിട്ടിയിരിക്കുന്ന കുറേ സ്ഥലങ്ങളുടെ പേരുകളേ ഉള്ളൂ. അവിടെ എന്തൊക്കെയുണ്ടെന്ന് ഏകദേശം ഒരു ഐഡിയ ഒക്കെ ഉണ്ട്. പക്ഷേ എന്ത് കാര്യം നടത്തണമെങ്കിലും ഈ ഡ്രൈവറുമായിട്ട് ആശയവിനിമയം നടക്കണ്ടേ? അത് നടക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഒരു വെള്ള പേപ്പർ ഇങ്ങതാ. ആ പെൺകുട്ടിയെ ഒരു വെള്ള പേപ്പർ ഇങ്ങ് ഒരു A4 ഷീറ്റ് ഞാൻ ഇംഗ്ലീഷിൽ എഴുതി ഡൂറസ്. അവർ അവരുടെ ഭാഷയിൽ അതിനെതിരെ അത് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് എഴുതി. അങ്ങനെ ജുറോക്കാസ്റ്റർ ഇങ്ങനെയുള്ള ഓരോ സ്ഥലത്തിൻ്റെയും പേര് എഴുതി കൊടുത്തു. പോകേണ്ട ആ ക്രമത്തിൽ ഇത് ഇയാളുടെ കൊടുത്തു. ഇയാൾ തലയാട്ടി. ഇയാൾ തന്നെ ഒന്നുകൂടെ അങ്ങ് വായിച്ച ആ പേരുകളെല്ലാം. എന്നിട്ട് ആദ്യം ഇനി ഡൂറസിലേക്ക് പോകാം. അപ്പോൾ ഇങ്ങേരെ എന്തൊക്കെയോ ചോദിക്കണം. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യേ, എന്തും വരട്ടെ, ഡൂറസ്, ഫസ്റ്റ് ഡൂറസ്. ഓക്കെ, അയാൾ കൈ കാണിച്ചു. ഞാൻ ലഗേജൊക്കെ കാറെ കൊണ്ട് വെച്ചു. ഞങ്ങൾ ഭാഷ അറിയാത്ത 2 പേര്, പരസ്പരം മിണ്ടാനൊന്നുമില്ലാത്ത 2 പേര്, ഒന്നും പറഞ്ഞാൽ മനസ്സിലാകാത്ത 2 പേര് ഇനിയൊരു യാത്ര ആരംഭിക്കുകയാണ്. അൽബേനിയയുടെ ഉൾനാടുകളിലൂടെ ദീർഘമായ യാത്ര. കാറ് വിട്ടു, അവിടുത്തെ സ്ക്വയർ പിന്നിട്ടു. നഗരത്തിൻ്റെ തെരുവുകളിലേക്ക് ഇറങ്ങുമ്പോൾ നിറയെ ആളുകളാണ്. രാവിലെ 8:30 കഴിഞ്ഞിരിക്കുന്നു.
ഓഫീസിലേക്ക് ആളുകൾ പോകുന്ന തിങ്കളാഴ്ചയുടെ പുലർകാലം രാവിലത്തെ സമയം, നല്ല തിരക്ക്. നഗരത്തിൽ നിന്ന് പുറത്തേക്കൊന്ന് ഇറങ്ങാൻ കുറേ സമയമെടുത്തു. ഈ ഡൂറസ് എന്ന് പറയുന്നത് ഇവരുടെ കടൽത്തീര നഗരമാണ്, ചരിത്രമുള്ളൊരു നഗരം. ശരിക്കും പറഞ്ഞാൽ ഈ ടിറാനയേക്കാൾ ചരിത്രമുള്ള, ടിറാനയേക്കാൾ സുന്ദരമായ, ടിറാനയേക്കാൾ ടൂറിസ്റ്റുകൾ വരുന്നൊരു സ്ഥലമാണ്. അവിടെ വലിയ മനോഹരമായ കടൽത്തീരമുണ്ട്, തുറമുഖങ്ങളുണ്ട്. ഈ ഡൂറസ് എന്ന് പറയുന്ന പട്ടണത്തിൽ നിന്ന് കഷ്ടിച്ചൊരു 100 കിലോമീറ്റർ കടലിൻ്റെ അക്കരെ ഇറ്റലിയാണ്. ഇറ്റലിയിലെ ബാരി എന്ന് പറയുന്ന തുറമുഖ നഗരമാണ്. അതായത് ഒരു 100 കിലോമീറ്റർ അഡ്രിയാറ്റിക് കടലിൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇറ്റലിയിൽ എത്തുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഇറ്റലിയിൽ നിന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് റോമാക്കാരും അതിനുശേഷം വെനീഷ്യന്മാരും ഒക്കെ ഈ കടൽ കടന്ന് ഈ ഡൂറസിനെ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെ ഭരിച്ചിരുന്നൊരു കാലമുണ്ട്. അവരുടേതായ ചരിത്ര നിർമ്മിതികൾ, ഇറ്റാലിയൻ, റോമൻ, അതുപോലെ തന്നെ ഈ വെനീഷ്യൻ രാജാക്കന്മാർ, ഭരണക്കാർ ഭരിച്ചിരുന്ന കാലത്തെ അതിൻ്റെ സംസ്കാരം, അതിൻ്റെ അവശേഷിപ്പുകൾ, അതിൻ്റെ ആംഫി തിയേറ്ററുകൾ, അന്നത്തെ കോട്ട നഗരങ്ങൾ, ഇതെല്ലാം ഈ തീരങ്ങളിലുണ്ട്. അതാണ് ഈ ഡൂറസിൻ്റെ പ്രത്യേകത. ഡൂറസ് ഇന്ന് ഏറ്റവും വലിയൊരു ടൂറിസം കേന്ദ്രമാണ്. അവിടെ ടൂറിസ്റ്റുകൾക്ക് വേണ്ട സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിരിക്കുക. ഈ ടിറാന പോലെയല്ല. ശരിക്കും നമ്മൾ പോയി താമസിക്കേണ്ടിയിരുന്നത് ഈ ഡൂറസ് ആണെന്ന് നമുക്ക് അവിടെ ചെല്ലുമ്പോഴാണ് മനസ്സിലാകുന്നത്. അങ്ങോട്ട് ഒരു 33 കിലോമീറ്ററേ ഉള്ളൂ ശരിക്കും ഇവിടുന്ന്. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് ചിലപ്പോൾ ഒരു മണിക്കൂർ എടുക്കുമായിരിക്കാം. 1 മണിക്കൂർ കൊണ്ട് അവിടെ എത്തും. അങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓടുമ്പോൾ നല്ല ഒന്നാന്തര ഹൈവേ ആണ്. പിന്നെ ആ ഭാഗത്തേക്ക് കുറേ കൂടെ ചെന്ന് കഴിയുമ്പോഴാണ് ടിറാനയുടെ എയർപോർട്ട്. അപ്പോൾ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് തിരിയുന്നതിൻ്റെ അവിടെ വരുമ്പോൾ 5 സ്റ്റാർ ഹോട്ടലുകളുണ്ട്. ഈ 5 സ്റ്റാർ ഹോട്ടലുകളിൽ പലതിലും കാസിനോകൾ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ആ കാഴ്ചകളെല്ലാം കണ്ട് ഇങ്ങനെ ഓടുകയാണ്. കുറേ കഴിയുമ്പോഴത്തേക്കും മുന്തിരിത്തോട്ടങ്ങളാവും. കുന്നിൻ ചെരുവുകളിലെല്ലാം മുന്തിരിത്തോട്ടങ്ങൾ, മുന്തിരി ധാരാളമായിട്ട് വിളയുന്ന പ്രദേശങ്ങളാണ്. ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അലക്സാണ്ട്രോസ് എന്നോട് എന്തൊക്കെയോ സംസാരിക്കാനൊരു ശ്രമം നടത്തി. ഒരു കാര്യം മനസ്സിലായി, ഭാഷ ശരിയാകുന്നില്ലെങ്കിലും, പറയുന്നത് പരസ്പരം മനസ്സിലാകുന്നില്ലെങ്കിലും ഇയാളൊരു ബോറൻ മനുഷ്യനല്ല, ഒരു സരസനായ മനുഷ്യനാണെന്ന് മനസ്സിലായി. അടുത്ത ഏതാനും മണിക്കൂറുകൾ കൊണ്ട് നമ്മൾ വലിയ സൗഹൃദത്തിലെത്താൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലായി. ഡൂറസ് പട്ടണത്തിനോടടുത്തു. ഈ ഡൂറസ് പട്ടണം ഏതാണ്ട് 2 ലക്ഷം ആൾക്കാർ വസിക്കുന്ന ഒരു വലിയ പട്ടണമാണ്. ഇന്ന് ടൂറിസത്തിൻ്റെ ഒരു കേന്ദ്രമാണ് അവിടെ. അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന മുഴുവൻ മോഡേൺ അപ്പാർട്ട്മെൻറ്റുകളാണ്. അതായത് കഴിഞ്ഞ 10, 20, 30 വർഷങ്ങളായിട്ട് വലിയ തോതിൽ നല്ല ഗംഭീരമായ ഇൻഫ്രാസ്ട്രക്ചർ വന്നിരിക്കുന്നു. കൂടാതെ ഈ അൽബേനിയയിലെ സമ്പന്നരായ ആളുകൾ ഇവിടെ ധാരാളം അപ്പാർട്ട്മെൻറ്റുകൾ വാങ്ങുന്നുണ്ട്. ഈ കടൽ തീരമാണല്ലോ, ഈ അഡ്രിയാറ്റിക് കടലിൻ്റെ തീരത്താണ്. ആ കടൽ തീരത്തെ വാട്ടർ ഫ്രണ്ട് വില്ലകൾക്ക് നല്ല വിലയാണ്. അതൊക്കെ നല്ല മോഡേൺ, നല്ല ഗംഭീരമായ വാട്ടർ ഫ്രണ്ട് വില്ലകൾ, വാട്ടർ ഫ്രണ്ട് അപ്പാർട്ട്മെൻറ്റുകൾ ഒക്കെ പണിത് വെച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് നഗരത്തിലേക്ക് നമ്മൾ കയറുന്നു. നഗരത്തിലേക്ക് കയറി കഴിയുമ്പോൾ പലയിടത്തും ഒരു ഭാഗത്ത് ഒരു ഉരുണ്ട ഗോപുരം മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്നുണ്ട്, ഒരു വട്ട ഗോപുരം. അത് വെനീഷ്യൻ ടവർ എന്നാണ് അറിയപ്പെടുന്നത്. ഒരു ടവറാണത്. അത് 1500 വർഷം പഴക്കമുള്ള ഒരു ടവറാണത്. അതുപോലെ 1000, 1100, 2000 മുമ്പ്, അതായത് റോമൻ കാലഘട്ടത്തിലെ നിർമ്മിതികളൊക്കെ ഉള്ളൊരു ഭാഗമാണ് നമ്മൾ ആദ്യം ചെല്ലുന്നത്, പുരാതനമായ ഡൂറസിൻ്റെ പ്രദേശത്തേക്ക്. അങ്ങോട്ട് ഓടി ചെല്ലുന്നു. അപ്പോൾ ആദ്യം ഡൂറസിൻ്റെ ഓൾഡ് ടൗൺ ഒന്ന് കാണാം എന്നാണ് തീരുമാനം. ഞാനിതിൻ്റെ പ്രിൻ്റ് ഔട്ട്, ഇംഗ്ലീഷിലുള്ള പ്രിൻ്റ് ഔട്ട് എടുത്തുകൊണ്ടാണ് പോയത്. അതൊക്കെ ഈ റിസപ്ഷനിലിരുന്ന പെങ്കൊച്ചിനെ കൊണ്ട് ഇവരുടെ ഭാഷയിലേക്കാക്കി ഞാൻ കടലാസിൽ എഴുതിയിട്ടുണ്ട്. അത് ഇയാൾ കണ്ടിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ പേപ്പർ എടുത്ത് കാണിക്കുന്നുണ്ട്. ഓൾഡ് ടൗൺ ഓഫ് ഡൂറസ്, ഹെറിറ്റേജ് ടൗൺ. അങ്ങോട്ട് വണ്ടി വിടുകയാണ്. അങ്ങനെ പോയി വലിയൊരു കോട്ടമതിൽ പോലൊരു ഭാഗമുണ്ട്. സിറ്റി വാളാണ്, പഴയ സിറ്റി വാള്, ചുടുകട്ട കൊണ്ടൊക്കെ പണിതാണ്. അത് ഏതാണ്ട് 5-ാം നൂറ്റാണ്ടിലോ 6-ാം നൂറ്റാണ്ടിലോ മറ്റോ പണിതാണ്. അതിൻ്റെ അടുത്ത് കൊണ്ടുപോയി വണ്ടി നിർത്തി. നമ്മൾ ആദ്യം ഈ കോട്ടമതിലിനകത്തേക്ക് കിടക്കണം. ഈ കോട്ടമതിലിനകത്താണ് പഴയ നഗരം. വണ്ടി ഒരിടത്ത് കൊണ്ടുപോയി ഇട്ടു. അപ്പോൾ ഇയാൾ സാധാരണഗതിയിൽ വണ്ടിയിൽ ഇരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഞാൻ ഇറങ്ങി നടന്നു. അകത്ത് കയറി ചെല്ലുമ്പോൾ അവിടെ ഒരു ആംഫി തിയേറ്റർ ഉണ്ട്. ഈ ആംഫി തിയേറ്ററിനകത്ത് കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം. അത് ഏതാണ്ടൊരു നമ്മുടെ ഒരു 250 രൂപയ്ക്ക് തുല്യമായ ടിക്കറ്റ് ഉണ്ട്. അവിടുത്തെ 500 ലേക്കോ മറ്റോ. ആ ടിക്കറ്റ് എടുത്തു. നമുക്കറിയാം, ഈ റോമാക്കാർ ഭരിച്ചിരുന്ന എല്ലാ നാട്ടിലും ആംഫി തിയേറ്ററുകളുണ്ട്. അതായത് അർദ്ധവൃത്താകാരത്തിൽ ഇങ്ങനെ ഒരു മലയെ വെട്ടിയെടുത്ത് ഇങ്ങനെ പടിപടിയായിട്ട്, നമ്മുടെ സ്റ്റേഡിയം തന്നെ നടുവേ മുറിച്ച് വെച്ച ഒരു സ്റ്റേഡിയം എങ്ങനെ ഉണ്ടാവും, അതായത് പകുതിയാക്കി വെച്ചൊരു സ്റ്റേഡിയം എങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അത്രയും വിസ്താരം ഉണ്ടാവില്ല. അതിൻ്റെ അടിഭാഗത്ത് ഒരു വൃത്താകാരത്തിൽ, അർദ്ധവൃത്താകാരത്തിലുള്ള ഒരു സ്റ്റേജ് ഉണ്ടാവും. അതിൻ്റെ ചുറ്റുമാണ് ഇങ്ങനെ പടിക്കെട്ടുകൾ പോലെ ഗാലറികൾ ആളുകൾക്ക് ഇരിക്കാവുന്നത്. ഇതിനകത്ത് 20,000 പേർക്ക് ഇരിക്കാവുന്ന ഒരു സ്റ്റേഡിയമായിരുന്നു. ഏതാണ്ട് AD ആദ്യ നൂറ്റാണ്ടുകളിൽ പണിതാണ്. റോമാക്കാർ, റോമിൽ നമുക്കറിയാം കൊളോസിയം എന്ന് പറയുന്ന ഒരു ആംഫി തിയേറ്ററുണ്ട്. അതുപോലെ റോമാക്കാർ
റോമൻ ചക്രവർത്തിമാർ ഭരിച്ചിരുന്ന മിക്കവാറും എല്ലാ നാട്ടുകളിലും, ജോർദാനിൽ ചെന്നാലുണ്ട്, പല നാടുകളിലുണ്ട്. അങ്ങനെ ഒരെണ്ണമാണിത്. ഈ ആംഫി തിയേറ്ററിൻ്റെ പല ഭാഗങ്ങളും പിന്നീട് പൊളിച്ചു കളഞ്ഞു. പൊളിച്ചു കളഞ്ഞതല്ല, റോമാക്കാർ ഇത് പണിതത് നല്ല കല്ലുകൊണ്ട് കൊത്തിയെടുത്ത മട്ടിലാണ്. നല്ല ഗംഭീരമായ രീതിയിലാണ് അവർ പണിയുക ആംഫി തിയേറ്ററുകളെല്ലാം. അതിനെല്ലാം ഒരു സാധാരണ ഒരു 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 ശൈലിയുണ്ട്. പിന്നീട് ഓട്ടോമൻ തുർക്കികളും മറ്റ് ഭരണാധികാരികളൊക്കെ വന്നപ്പോൾ എന്ത് ചെയ്തു? അവർ നഗരത്തിൽ മറ്റ് നിർമ്മിതികൾ ഉണ്ടാക്കാൻ വേണ്ടി ഈ ആംഫി തിയേറ്ററിൻ്റെ ഈ വെണ്ണക്കല്ലുകൾ പൊളിച്ചെടുത്തുകൊണ്ട് പോയി അതുകൊണ്ട് കൊട്ടാരങ്ങളും മറ്റ് നല്ല കെട്ടിടങ്ങളും ഒക്കെ പണിതു. അപ്പോൾ പല നാടുകളിലും ആംഫി തിയേറ്ററുകൾ തകർന്ന നിലയിലാണ്. ഈ ആംഫി തിയേറ്ററുകൾ എന്തിനായിരുന്നു റോമാക്കാർ പണിതിരുന്നത്? ഇന്നത്തെ കാലത്ത് സിനിമാ തിയേറ്ററുകൾ എന്നതുപോലെയാണത്. നമുക്കറിയാമല്ലോ, ഇന്നത്തെ കാലം നമ്മളൊരു 200 കൊല്ലം കഴിഞ്ഞ് അല്ലെങ്കിൽ 500 കൊല്ലം കഴിഞ്ഞ് ഇന്നത്തെ സിനിമാ തിയേറ്ററുകളൊക്കെ ഈ നാട്ടിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അന്നത്തെ തലമുറയ്ക്ക് സിനിമാ തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ടുണ്ടാവില്ല. കാരണം അവരുടെ തലയ്ക്കകത്ത് വെച്ചിരിക്കുന്ന ചിപ്പിലേക്ക് വരുന്ന പ്രത്യേക സിഗ്നലുകൾ റിസീവ് ചെയ്ത് അവർ കണ്ണടച്ചിരുന്ന് മനസ്സിനെ ഏകാഗ്രമാക്കിയാൽ മനസ്സിൽ സിനിമകൾ ആസ്വദിക്കാൻ കഴിയുന്ന, അതിൻ്റെ ചൂടും തണുപ്പും അതിൻ്റെ തീവ്രതയും ഗന്ധവും ഒക്കെ ആസ്വദിക്കാൻ കഴിയുന്ന വെർച്വൽ റിയാലിറ്റിക്ക് അപ്പുറമുള്ള അനുഭവങ്ങൾ തരുന്ന ഒരു സിനിമാനുഭവമോ ആസ്വാദന അനുഭവമോ ചരിത്രത്തിലേക്കുള്ള സഞ്ചാരത്തിൻ്റെ അനുഭവമൊക്കെ ഒരു 200 കൊല്ലം കഴിയുമ്പോൾ കിട്ടും നമുക്ക്. അതിലേക്ക് ടെക്നോളജി വളരും. അന്ന് ഈ പറഞ്ഞ ഇന്നത്തെ സിനിമാ തിയേറ്ററുകളൊക്കെ ഒരു ചരിത്രമാകുകയും അന്നത്തെ തലമുറ വന്ന് കാണുകയും ചെയ്യും. പണ്ട് മനുഷ്യരിങ്ങനെ വലിയ തിയേറ്ററിനകത്ത് 100 കണക്കിന് ആളുകൾ ഒന്നിച്ചിരുന്ന് സ്ക്രീനിൽ സിനിമ പ്രദർശിപ്പിക്കും. അത് കണ്ട് ആസ്വദിക്കുകയായിരുന്നു ചെയ്തിരുന്നതെന്ന് കാണുന്നത് പോലെ 2000 കൊല്ലം മുമ്പ് മനുഷ്യരുടെ എൻ്റർടൈൻമെൻറ്റിൻ്റെ കേന്ദ്രങ്ങളായിരുന്നു ഇത്തരം ആംഫി തിയേറ്ററുകൾ. പണിയൊക്കെ കഴിഞ്ഞ് സാധാരണ മനുഷ്യർക്ക് അല്ലെങ്കിൽ അവിടുത്തെ പ്രഭുക്കന്മാർക്ക് ഇങ്ങനെ ഒത്തുചേരാൻ, നഗരത്തിലെ പ്രമാണിമാർക്കും സാധാരണക്കാർക്കും ഒക്കെ വന്ന് ഒത്തുചേരാനും പരിപാടികൾ കാണാനുള്ള സ്ഥലം. എന്ത് പരിപാടിയാണ് അവർ കാണുക? മല്ലയുദ്ധങ്ങൾ. 2 മല്ലന്മാർ തമ്മിൽ, അത് അടിമകളായിരിക്കാം, ചിലപ്പോൾ പടയാളികളും അടിമകളും ചേർന്നായിരിക്കാം. അടിമകളാണെങ്കിൽ 2 അടിമകൾ തമ്മിൽ മല്ലയുദ്ധം നടത്തണം. ഈ മല്ലയുദ്ധം 2-3 മണിക്കൂർ നീണ്ടുപോകും, അല്ലെങ്കിൽ ചിലപ്പോൾ 5-6 മണിക്കൂർ നീണ്ടുപോകും, ചിലപ്പോൾ ദിവസങ്ങളോളം നീണ്ടുപോകും. എന്തായിരുന്നു ഈ മല്ലയുദ്ധത്തിൻ്റെ ക്ലൈമാക്സ് എന്നറിയോ? ഇതിലെ ഒരാളെ മറ്റേ ആൾ കൊല്ലണം. അതുവരെ ഇവർ ഈ അരീനയിൽ കിടന്ന് യുദ്ധം ചെയ്യണം. അങ്ങനെ അതിലെ ഒരുത്തനെ കൊന്നു കഴിയുമ്പോൾ മരിക്കാത്തവൻ വിജയിയാകും. അവൻ അടുത്ത ദിവസം വേറൊരുത്തനാൽ മരിക്കപ്പെടും. ഇങ്ങനെ കൊല്ലാനുള്ള നിരവധി അടിമകളും ഈ ആംഫി തിയേറ്ററിൻ്റെ ഒരു ഭാഗത്ത് താമസിപ്പിച്ചിരുന്നു. വേറെ ചില സ്ഥലങ്ങളിൽ നടക്കുന്ന, അല്ലെങ്കിൽ വേറെ ചില സമയങ്ങളിൽ നടക്കുന്നത് മനുഷ്യരും തമ്മിലല്ല മല്ലയുദ്ധം നടക്കുക, മനുഷ്യരും മൃഗങ്ങളും തമ്മിലാണ്. ഇപ്പം ഒരാഴ്ച പട്ടിണിക്കിട്ട ഒരു സിംഹവും ഒരു മനുഷ്യനും കൂടിയായിരിക്കാം മറ്റൊരു ദിവസത്തെ യുദ്ധം. അതിൽ ഈ മനുഷ്യനെയും പട്ടിണിയായിരിക്കാം ചിലപ്പം, അല്ലെങ്കിൽ അവനും ക്ഷീണിതനായിരിക്കാം. ഈ മൃഗത്തെ കീഴ്പ്പെടുത്തിയാൽ ഇവൻ വിജയിക്കുക, ഇല്ലെങ്കിൽ ഈ മൃഗം ഇവനെ കൊന്ന് വലിച്ചു കീറി അവിടെ വെച്ച് തന്നെ തിന്നുന്നത് ഇവർ കയ്യടിയോടെ കണ്ടു നിൽക്കുന്ന ഒരു കാലം. ഇത് റോമൻ കാലഘട്ടമാണ്. ആദ്യകാല ക്രിസ്ത്യാനികളെ ഇത്തരത്തിൽ അടിമകളാക്കി അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇരകളാക്കി വിടുമായിരുന്നു. ക്രിസ്ത്യൻ മതം സ്വീകരിച്ചു എന്നതിൻ്റെ പേരിൽ പിടികൂടി ഇത്തരം കൊണ്ടുവന്ന് ഇരകളാക്കിയിരുന്നൊരു കാലമുണ്ട്. പിന്നീട് ക്രിസ്ത്യാനിറ്റി പ്രബലമായതിന് ശേഷം, കോൺസ്റ്റൻറ്റൈൻ ചക്രവർത്തിയുടെയൊക്കെ ഒരു കാലഘട്ടത്തിന് ശേഷമാണ് ഇത്തരം മനുഷ്യരും കൂടെയുള്ള ഏറ്റുമുട്ടൽ, മനുഷ്യനും തമ്മിലുള്ള കൊല, ഇത്തരം ഷോകൾ ഇതൊക്കെ ഏതാണ്ട് അവസാനിക്കുന്ന ആ കാലഘട്ടത്തിലാണ്. ഇത്തരത്തിലുള്ള ആംഫി തിയേറ്ററുകൾക്ക് എല്ലാം അടിയിൽ തുരങ്ക സമാനമായ കുറേ ഭാഗങ്ങളുണ്ട്, സെല്ലാറുകൾ പോലെ. ഇതിനുമുണ്ട്. ഞാൻ അതിനകത്തേക്ക് ഇറങ്ങിച്ചെന്നു. അവിടെ ഈ സെല്ലുകളിൽ ഈ മൃഗങ്ങളെയും ഈ അടിമകളെയും ഈ മല്ലന്മാരെയും ഒക്കെ പാർപ്പിച്ചിരുന്ന സ്ഥലങ്ങളാണ്, അവരെ പൂട്ടിയിട്ടിരുന്ന സ്ഥലങ്ങൾ. അടുത്ത ഷോയ്ക്ക് മുമ്പ് ഇവിടെ കിടക്കും, ഇവർക്ക് തീറ്റ കൊടുക്കും, ഭക്ഷണം കൊടുക്കും. അവരവിടെയാണ് അവരുടെ ജീവിതം. മരിക്കാൻ വേണ്ടി ജീവിക്കുന്ന മനുഷ്യർ. ഗ്ലാഡിയേറ്റർ എന്ന് പറഞ്ഞൊരു മൂവിയുണ്ട്, അതതിൻ്റെ കഥയായി പറയുന്നത്. ഈ റോമിലെ കൊളോസിയത്തിലും ഇത്തരത്തിൽ ആംഫി തിയേറ്ററുകളിലും നടന്ന ഇത്തരം കൊലകളുടെ, മല്ലയുദ്ധങ്ങളുടെ കഥകളാണ് പറയുന്നത്. അപ്പോൾ ആ കഥകൾ നടന്ന ഇത്തരം സെല്ലുകളിലൂടെ ഈ കഥകൾ ഓർത്തുകൊണ്ട് നമ്മൾ നടക്കണം. അതല്ലെങ്കിൽ ഈ കഥകൾ അറിയാതെ ഈ റോമൻ ആംഫി തിയേറ്ററുകൾ കണ്ട് അവിടെ നിന്ന് 2 ഫോട്ടോ എടുത്ത് തിരിച്ചു പോകുന്ന ധാരാളം ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് ഈ കഥകൾ അറിയാത്തത് കൊണ്ട് തന്നെ ആ ഉൾത്തടങ്ങളിലൂടെ നടക്കുമ്പോൾ, ആ ഗുഹകളിലൂടെ നടക്കുമ്പോൾ കണ്ണിൽ ചെറിയൊരു നനവ് പടരിയില്ല. അവരവിടെ ഒരു സെൽഫി എടുക്കാനുള്ള സ്ഥലം മാത്രം നോക്കിയായിരിക്കും നടക്കുന്നത്. ഈ ഗുഹകളിൽ എത്രയോ മനുഷ്യർ അടുത്ത ദിവസം എൻ്റെ മരണമെന്ന് കരുതി, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും നിഷേധിക്കപ്പെട്ട് ഒരു സിംഹത്തിന് അല്ലെങ്കിൽ ഒരു കടുവയ്ക്ക് ഇരയാകാൻ വേണ്ടി മാത്രം ജീവിച്ച മനുഷ്യരുണ്ടെന്ന് ഓർക്കണം. അവർക്കും കാമുകിമാരുണ്ടായിരുന്നു, അവർക്കും മക്കളുണ്ടായിരുന്നു, അവർക്കും ഭാര്യമാരുണ്ടായിരുന്നു, അവർക്കും കുടുംബങ്ങളുണ്ടായിരുന്നു, സ്വപ്നങ്ങളുണ്ടായിരുന്നു.
അങ്ങനെ ആ കാഴ്ചകളെല്ലാം ചിത്രീകരിച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. തിരിച്ചു വരുമ്പോഴത്തേക്കും ഈ നഗര കവാടത്തിൻ്റെ പുറത്ത് നമ്മളുടെ അലക്സാൻഡ്രോസ് കാത്തു നിൽക്കുന്നുണ്ട്. ഞങ്ങൾ അവിടുന്ന് വീണ്ടും യാത്രയായി. ഇനി എങ്ങോട്ട് എന്ന് ചോദിച്ചു. ഞാൻ അതിൽ പേപ്പർ എടുത്തിട്ട് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അവിടെ ഇംഗ്ലീഷിൽ എഴുതിയതും അവരുടെ ഭാഷയിൽ എഴുതിയതുള്ളതുകൊണ്ട് കാണിച്ചു കൊടുത്തു. നമുക്കിനി കടൽ തീരത്തേക്ക് പോകണം, ബീച്ചിലേക്ക് പോകണം. പുള്ളിയേറ്റു, അങ്ങോട്ട് വണ്ടി വിട്ടു. പോകുമ്പോൾ മനോഹരമായ ഉദ്യാനങ്ങൾ, കടൽ തീരത്ത് ഒരു ഭാഗം അതിമനോഹരമാക്കി വെച്ചിരിക്കുന്നു, ഒരു ഭാഗം വലിയൊരു പ്രൊമനേഡ്, കടലിന് പാരലായിട്ട് ഇങ്ങനെ ഒരു നടപ്പാത. അതിൻ്റെ ഒരു ഭാഗത്ത് കൊണ്ട് വണ്ടി നിർത്തി ഇറങ്ങി. പുള്ളി പറഞ്ഞു, ഞാനിവിടെ കിടന്നോളാം, ഇവിടെ ഉണ്ടാവും, നിങ്ങൾ എങ്ങോട്ട് വേണേൽ പോയിട്ട് പോര്, എത്ര സമയം എടുക്കും? ഞാൻ പറഞ്ഞു, ഒരു മണിക്കൂർ വേണ്ടി വരും ചിലപ്പോൾ. ശരി. ഇതൊക്കെ ആംഗ്യ ഭാഷയിലൊക്കെയാണ് കാണിച്ചു തീർക്കുന്നത്. അതൊക്കെ മനസ്സിലാകുന്നുണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും. ഒരു കാര്യം എനിക്ക് മനസ്സിലായിട്ടുള്ള ഈ ലോകയാത്രയിൽ, ഭാഷ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്, പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഒന്നും നടക്കാതിരുന്നിട്ടില്ല ഇതുവരെ. എല്ലാ കാര്യങ്ങളും നടന്നിട്ടുണ്ട്. കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ടാവാം, ചിലപ്പോൾ ആംഗ്യത്തിലൂടെ, ചിലപ്പോൾ പടത്തിലൂടെ ഒക്കെ ഞങ്ങൾ ആശയവിനിമയം നടത്തിയിട്ടുണ്ട് ലോകത്ത് എവിടെ വെച്ചും. പുള്ളി വണ്ടിക്കകത്തിരുന്നു, ഞാൻ നടന്നു. അപ്പോൾ കടൽ തീരത്തൂടെയാണ് പോകുന്നത്. ആ കടൽ തീരത്ത് നിൽക്കുമ്പോൾ നമുക്ക് അങ്ങേയറ്റം കാണത്തില്ല, മറുകര കാണത്തില്ല. പക്ഷേ ഒരു 100 കിലോമീറ്റർ അപ്പുറേ ഇറ്റലിയുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് അങ്ങോട്ടും ആളുകൾ സഞ്ചരിച്ചിരുന്നൊരു കാലമുണ്ട്. ആ റോമൻ ചക്രവർത്തിമാർ, റോമൻ പടയാളികൾ കപ്പലേറി ഇവിടേക്ക് വന്നൊരു കാലമുണ്ട്. ഈ കടൽ തീരത്തോടെ നടക്കുമ്പോൾ അതിമനോഹരമായിട്ടാണ് ഒരുക്കിയിട്ടിരിക്കുന്നത്, ഗംഭീരമായിട്ട് ഒരുക്കിയിരിക്കുന്നു. നമ്മുടെയൊക്കെ ഒരു ബീച്ചിൻ്റെ ഏരിയ, നമ്മുടെ ഒരു കടൽ തീരം, കൊച്ചി പോലൊരു നഗരത്തിൻ്റെ വാട്ടർ ഫ്രണ്ട് ഏരിയ എങ്ങനെ ഒരുക്കണമെന്നുള്ളതിൻ്റെ മാതൃകകളാണിത്. ഈ അൽബേനിയ ഇന്ത്യയേക്കാൾ പിന്നോക്കം നിൽക്കുന്ന ഒരു രാജ്യമാണ്. പക്ഷേ വൃത്തിയായി സൗന്ദര്യബോധത്തോടെ എങ്ങനെ ഒരു ചരിത്ര നഗരത്തെ, അതിൻ്റെ കടൽ തീരത്തെ, വാട്ടർ ഫ്രണ്ട് ഏരിയയെ ഒരുക്കണമെന്ന് നമ്മൾ പഠിക്കണമെങ്കിൽ ഇവിടുത്തെ ദൃശ്യങ്ങളൊക്കെ കാണണം. നമ്മൾ ഈ നടക്കുന്ന പാതയുടെ ഒരു വശം മുഴുവൻ റെസ്റ്റോറൻറ്റുകളാണ് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി. അവിടെ ഒരുക്കി വച്ചിരിക്കുന്ന കുടകൾ, അവിടെ നിരത്തിയിട്ടിരിക്കുന്ന കസേരകൾ, മേശകൾ, ഇത് കാണുമ്പോൾ അറിയാം ധാരാളം ടൂറിസ്റ്റുകൾ എത്തുന്ന സ്ഥലമാണെന്ന്. ഇപ്പം രാവിലെ ഉള്ള സമയമാണ്, 10-11 മണി ആകുന്നതേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കണം അധികം ആളുകളില്ല. പക്ഷേ ഉച്ച കഴിയുമ്പോഴത്തേക്ക് ആളുകൾ വരാം. തന്നെയുമല്ല, ഇന്നലെയൊക്കെ നല്ല ജനപ്രവാഹമായിരുന്നിരിക്കണം വീക്കെൻഡിൽ. കാരണം അത്രയേറെ കസേരകളും മേശകളുമാണ് അവിടെ നിരന്ന് കിടക്കുന്നത്. ഇതിലൂടെ കുറച്ചുകൂടി മുമ്പോട്ട് ചെന്ന് കഴിയുമ്പം ഒരു കടലിലേക്ക് ഇറക്കി ഒരു കടൽപ്പാലം പണിത് വെച്ചിട്ടുണ്ട്. അതും ടൂറിസത്തിന് വേണ്ടി പണിത് വെച്ചിരിക്കുന്നതാണ്. ഈ കടൽപ്പാലത്തിൻ്റെ അങ്ങേയറ്റത്തും ഒരു റെസ്റ്റോറൻ്റാണ്. ഈ കടൽപ്പാലവും അതിമനോഹരമായിട്ടാണ്. അതിലൊരു പടിപ്പുരയൊക്കെ ഉണ്ട്. അത് കടന്ന് നമ്മളൊക്കെ അങ്ങനെ ചെല്ലാം. മനോഹരമായൊരു നിർമ്മിതിയാണ്. നമുക്ക് എത്രയോ കടൽപ്പാലങ്ങൾ കോഴിക്കോട് ആലപ്പുഴയൊക്കെ ഉണ്ടായിരുന്നത് തകർന്ന് തരിപ്പണമായിട്ട് തുരുമ്പ് പിടിച്ച് കടലിൽ അടിഞ്ഞു വീണപ്പോൾ അതിനെ ഒന്ന് സംരക്ഷിച്ച് നിർത്താൻ, അതിനെ ഇത്തരത്തിലൊരു ടൂറിസത്തിൻ്റെ കേന്ദ്രമാക്കാൻ ബോധമുള്ള ഒരു ഭരണാധികാരിയും നമ്മുടെ നാട്ടിലുണ്ടായില്ല എന്നുള്ളത് നമ്മളെ എപ്പോഴും അത്ഭുതപ്പെടുത്തും. സഞ്ചാരം ഇത്രയും 30 വർഷത്തോളമായി കാഴ്ചകൾ കാണിക്കുന്നു, ഉദാഹരണങ്ങൾ കാണിച്ചു തരുന്നു, കഥകൾ പറയുന്നു, പറഞ്ഞു കൊടുക്കുന്നു, എഴുതി കൊടുക്കുന്നു. ഈ നടക്കുമ്പം വേറൊരു കാഴ്ചയുണ്ട്. കുറേ പെൺകുട്ടികളുടെ ഗ്രൂപ്പുകൾ എപ്പോഴും പലയിടത്തും കാണാം. ഈ ബീച്ചിൽ ആൺകുട്ടികളെ അതുപോലെ ഒന്നിച്ച് കൂട്ടമായി നടക്കുന്നത് കാണുന്നില്ല. പെൺകുട്ടികളാണ്. അവരുടെ ചെറിയ ചെറിയ സംഘങ്ങൾ കളിച്ചുല്ലസിച്ചിങ്ങനെ നടക്കുന്നു. വീണ്ടും പ്രൊമനേഡിലൂടെ നടന്നു. ചില ഭാഗങ്ങളിൽ മരപ്പലക അടിച്ച് ബോർഡ് വാക്കുകളാണ്. ഈ കടൽ തീരങ്ങൾ ലോകത്തെ കൊള്ളാവുന്ന രാജ്യങ്ങളിലൊക്കെ ബോർഡ് വാക്കുകൾ എന്ന് പറയുന്ന പലക അടിച്ച രസകരമായ ഉയർത്തി നിർമ്മിച്ച പാലങ്ങൾ പോലെയാണ് ഇരിക്കുന്നത്. പുറകിൽ അപ്പാർട്ട്മെൻറ്റുകളാണ്, നല്ല ഗംഭീരമായ 5 സ്റ്റാർ നിലവാരമുള്ള അപ്പാർട്ട്മെൻറ്റുകൾ. അവിടുത്തെ ഏറ്റവും സമ്പന്നർ, കടൽ കാഴ്ചകൾ കണ്ട് വീട്ടിലിരിക്കാൻ ആഗ്രഹിക്കുന്നവർ വാങ്ങിച്ചിട്ടിരിക്കുന്ന അപ്പാർട്ട്മെൻറ്റുകൾ, ഗംഭീര ബിൽഡിങ്ങുകൾ, അതിൻ്റെ ഒരു നിരയാണ്. നമ്മുടെ കൊച്ചിയിലെ മറൈൻ ഡ്രൈവ് പോലെയൊക്കെ തന്നെ ഇരിക്കും. പക്ഷേ വൃത്തിയുള്ള, ഭംഗിയുള്ള, ഗംഭീരമായിട്ട് ഡിസൈൻ ചെയ്ത ഒരു മറൈൻ ഡ്രൈവ്. അതിലൂടെ ഇങ്ങനെ നടന്ന് കുറേ അങ്ങ് ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവിടെ കുറേ സ്റ്റെപ്സ് പണിത് വെച്ചിട്ടുണ്ട്. ഒരു പിരമിഡ് പോലെ ചെറിയ സ്റ്റെപ്പുകൾ, കടലിലേക്ക് ഇറക്കി കെട്ടിയ കുറച്ച് സ്റ്റെപ്സ് പോലും എത്ര കലാപരവും ആസ്വാദ്യമാക്കിയിട്ട് പണിയാം. സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിൽ ഒരു നിസ്സാരമായ പടിക്കെട്ടുകൾ നിങ്ങൾ കരുതുള്ളൂ. ഇതല്ല, അതിമനോഹരമാണ്. ആ സ്റ്റെപ്സിൽ ഓരോന്നിലേക്കും കയറാൻ ഇടയ്ക്ക് ചെറിയ ചെറിയ പടിക്കെട്ടുകൾ. ഇതിലിരുന്ന് ഫോട്ടോ എടുക്കുന്നവർ, സെൽഫി എടുക്കുന്നവർ, ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നവർ, വെറുതെ കാറ്റുകൊണ്ടിരിക്കുന്നവർ, വിശ്രമിക്കാൻ വരുന്നവർ, എന്തൊക്കെ ഫെസിലിറ്റികളാണ് വലിയ ചിലവില്ലാതെ പണിതിടാവുന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളിത്. അവിടെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി നമുക്ക് നടക്കാം. വലിയ ആഴമില്ല. അവിടുത്തെ കടൽ തീരത്തെ തിരകളും വളരെ കുറവാണ്, ശാന്തമാണ്, ചെറിയൊരു തടാകം പോലെ കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മണലിലേക്ക് ഇറങ്ങി കടലിലൂടെ നടക്കുന്ന ആളുകളെ കാണാം. അവിടെ നിന്ന് കുറേ ദൃശ്യങ്ങളെല്ലാം പകർത്തി അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു നടക്കുകയാണ്. തിരിച്ചു നടക്കുമ്പോഴത്തേക്ക് അങ്ങോട്ട് പോയ പോലെയല്ല, ടൂറിസ്റ്റുകളുടെ ബാഹുല്യം കൂടിക്കൂടി വരുന്നു. റെസ്റ്റോറൻറ്റുകൾ കൂടുതലായിട്ട് തുറന്നിരിക്കുന്നു. നിരയൊപ്പിച്ച്, വളരെ കൃത്യമായ നിരയൊപ്പിച്ച് കുടകൾ ഈ റെസ്റ്റോറൻറ്റുകൾക്ക് മുമ്പിൽ നാട്ടി നിർത്തിയിരിക്കുന്നു. അത് കൃത്യമായ പാറ്റേണിലാണ്, സിസ്റ്റമാറ്റിക്കായിട്ടാണ്. എല്ലാ കടക്കാരും അതിനുവേണ്ടി കൃത്യമായി ഡിസിപ്ലിൻഡായിട്ടാണ് അത് ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നു. അതുപോലെ തന്നെ മേശകസേരകൾ നിരത്തിയിടുന്നത് എല്ലാം ഒരു അച്ചടക്കത്തോടെ കലാപരമായിട്ടാണ്.
അതെല്ലാം കണ്ട് നടക്കുമ്പോൾ ഞാൻ ചിന്തിച്ചു, ഇന്നലെ ഈ ടിറാനയിൽ ആ രാത്രി കിടന്നതിന് പകരം ഉച്ച കഴിഞ്ഞാൽ മലമുകളിൽ പോയിട്ട് നേരെ കാറെടുത്ത് ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു. ഈ കടൽ തീരത്ത് ഈ പ്രൊമനേഡിൽ സുഖമായിട്ട് ഒരു രാത്രി ഉറങ്ങാമായിരുന്നു. ഇവിടുത്തെ ഇന്നലത്തെ രാത്രി ആഘോഷത്തിൻ്റെ ഈ രാത്രി ജീവിതത്തിൻ്റെ കാഴ്ചകൾ പകർത്തായിരുന്നു. ഡൂറസിലായിരുന്നു നമ്മൾ താമസിക്കേണ്ടിയിരുന്നത്. ശരിയാണ്, ഡൂറസാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം ഡെസ്റ്റിനേഷൻ. ഇറ്റലിയിൽ നിന്ന് വരെ ധാരാളം ആളുകൾ ഇവിടേക്ക് ടൂറിസ്റ്റുകളായിട്ട് വരും. 100 കിലോമീറ്റർ കടൽ കടന്നാൽ മതി. ഇങ്ങോട്ട് ഫെറി സർവീസുണ്ട്, തുറമുഖമുണ്ട്, ഇവർക്ക് നല്ലൊരു തുറമുഖമുണ്ട്. കൂടാതെ ജൂൺ ജൂലൈ മാസങ്ങളിൽ ഒരു ഇൻ്റർനാഷണൽ മ്യൂസിക് ഫെസ്റ്റിവൽ ഈ ഡൂറസിൻ്റെ ഈ കടൽത്തീരത്ത് നടക്കുന്നുണ്ട്. കാറിൻ്റെ അടുത്ത് എത്തുമ്പോഴത്തേക്കും നമ്മുടെ അലക്സാൻഡ്രോസ് നല്ല സുഖമായ ഉറക്കത്തിലാണ്. വിളിച്ചേൽപ്പിച്ചു, നമുക്കിനി ഡൂറസ് ബൊളവാഡിലേക്ക് പോകണം. ഡൂറസ് ബൊളവാഡ് അത് ഒരു മോഡേൺ സ്ട്രീറ്റാണ്. അവിടേക്ക് ചെല്ലുന്നു. അവിടെ ഒരിടത്ത് വണ്ടി പാർക്ക് ചെയ്തു, ഇറങ്ങി. ഡൂറസ് ബൊളവാഡ് എന്ന് പറയുന്നത് കാറുകൾ പോകുന്ന ഒരു സ്ട്രീറ്റ് തന്നെയാണ്. പക്ഷേ നടുക്കൂടെ വാഹനങ്ങൾ പോകുന്നുണ്ടെങ്കിലും അതിൻ്റെ രണ്ട് വശത്തും ഓരോ വഴിയുടെ ഓരോ റോഡിൻ്റെ വീതിയിൽ മാർബിൾ ഇട്ടിരിക്കുക. ഈ മാർബിൾ ഇട്ടിരിക്കുന്നിടത്തൂടെ ആളുകൾ നിരന്ന് നടക്കുന്നു. ഈ വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ രണ്ട് വശത്തും ഷോപ്പുകളാണ്. ഇതൊരു ഷോപ്പിംഗ് സ്ട്രീറ്റും കൂടിയാണ്. സുവനീറുകൾ, ടൂറിസ്റ്റുകൾക്ക് വേണ്ട പലവിധ സാധനങ്ങൾ, ഇതെല്ലാം വിൽക്കുന്ന രസകരമായ കൗതുക വസ്തുക്കൾ വിൽക്കുന്ന കടകൾ. ഇതിനടിയിൽ കൂടെ ഓടകളുണ്ട്. ഇതിലൂടെ കറണ്ട് പോകുന്നുണ്ട്, ടെലഫോണുണ്ട്. നിങ്ങൾ കറണ്ട് കമ്പിയും കറണ്ട് പോസ്റ്റും ഒന്നും കാണില്ല, ഈ ഓടകൾ കാണില്ല. ഇതൊക്കെ ഈ മാർബിളിൻ്റെ അടിയിൽ കൂടി ഒഴുകുന്നുണ്ട്. ഇവിടെയും മഴയുണ്ട്, ഇവിടെയും വെള്ളമുണ്ട്, അഴുക്കുചാലുകളുണ്ട്. ഇതൊന്നും നമ്മളെ തടസ്സപ്പെടുത്തുന്നില്ല. നമുക്ക് ഈ മനോഹരമായ മാർബിൾ പാതയിലൂടെ നടക്കാം. നമ്മളെ ആകർഷിക്കുന്ന മനോഹരമായൊരു സ്ഥലമാണ്, സിറ്റിയാണ് ഡൂറസ്. നിങ്ങൾക്കൊരു യൂറോപ്പിലെ ഒരു കടൽത്തീര നഗരമാണ് ആസ്വദിക്കേണ്ടതെങ്കിൽ ഒരു സംശയം വേണ്ട, ഈ അൽബേനിയയിലെ ഡൂറസിലേക്ക് ചെന്നാൽ മതി. അത് സമ്മർ കാലത്ത് അല്ലെങ്കിൽ വിൻ്റർ കഴിഞ്ഞ സമയത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അതിമനോഹരമായ അനുഭവമായിരിക്കും. ഇന്ത്യയിൽ ചിലവാക്കുന്ന പണം കൊണ്ട് ചിലവാക്കാം. അവിടെ എത്താനുള്ള ടിക്കറ്റിൻ്റെ പൈസ വേറെ വേണം. ഞാൻ ആ ടിറാനയിലെ ഹോട്ടലിൽ, ആ നഗരഹൃദയത്തിലെ ഹോട്ടലിൽ താമസിച്ചുണ്ടല്ലോ, വെറും 3000 രൂപയ്ക്കാണ്. 3000 രൂപ വെറും എന്ന് പറയുമ്പോൾ അത്തരം നഗരത്തിലെ അത്തരമൊരു ഹോട്ടലിൻ്റെ നിരക്ക് ഇന്ത്യയിലാണെങ്കിൽ ഒരു 5000-6000 രൂപ കൊടുക്കേണ്ടി വരും എന്നുള്ളത് ഓർക്കണം. അത്രയേ ഉള്ളൂ അവിടെ നിരക്ക്. ചില സീസണുകൾ അങ്ങനെയാണ്. പക്ഷേ ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ടാവാം. ഇന്ത്യൻ കറൻസിയുടെ മൂല്യം ഇടിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പരിഗണിക്കണം. ഈ സമയമായപ്പോഴത്തേക്ക് ഉച്ചയാകാറായിരിക്കുന്നു. ഞങ്ങൾ തിരിച്ചു നടന്നു. കാറ് പാർക്ക് ചെയ്തിടത്തേക്ക് ചെന്നു, കാറെടുത്തു, അതിൽ കയറി യാത്ര തുടരുകയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നഗരം പിന്നിടുന്നു. പിന്നെ നമ്മൾ തെക്കോട്ടാണ് യാത്ര. കടൽ തീരത്തിന് പാരലായിട്ടുള്ളൊരു ഹൈവേയിലൂടെ ഓടുകയാണ്. ഒരു പട്ടണം പിന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ കൃഷിയിടങ്ങളാണ്. ധാരാളം കൃഷി നടക്കുന്ന സ്ഥലങ്ങളാണ് ഈ തീരപ്രദേശം. അത് കഴിഞ്ഞാൽ പിന്നെ കൃഷിയിടങ്ങൾ കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ചെറിയൊരു ഗ്രാമം, കുറേ വീടുകൾ കാണാം. വീടുകളൊന്നും അത്ര മോശം വീടുകളല്ല, അത്യാവശ്യം നിലവാരമുള്ള വീടുകൾ. അതിനെല്ലാം നടുക്ക് ഒരു മോസ്കിൻ്റെ മിനാരം ഉയർന്നു നിൽക്കുന്നത് കാണാം. വീണ്ടും നമ്മൾ യാത്ര ചെയ്യുന്നു. പിന്നെയും കുറേ കൃഷിയിടങ്ങൾ. അങ്ങനെ നമ്മൾ കവായിയെ, ബിവിയക്ക്, ലുഷ്ണിയെ, ഇങ്ങനെയുള്ള പല പട്ടണങ്ങളും പിന്നിട്ട് നമ്മൾ കടന്നു പോകുന്നത്. ഇതിനിടെല്ലാം ഇടയ്ക്ക് കൃഷിയിടങ്ങളുമുണ്ട്. ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അലക്സാൻഡ്രോസിന് എൻ്റെ വിശേഷങ്ങളൊക്കെ അന്വേഷിക്കണമെന്നുണ്ട്. അദ്ദേഹം ഇടയ്ക്ക് എൻ്റെ മുഖത്തേക്ക് നോക്കും. എന്നിട്ട് എന്നോട് ചോദിക്കും, പ്രോബ്ലം? ഇയാൾക്കറിയുന്ന ഒരു ഇംഗ്ലീഷ് വാക്ക് പ്രോബ്ലമാണ്. അപ്പം എന്നോട് ചോദിക്കും, പ്രോബ്ലം? ഞാൻ പറഞ്ഞു, നോ പ്രോബ്ലം. ഓക്കെ, പുള്ളി ഹാപ്പിയായി. അതായത് എനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ, പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോ എന്നാണ് ഇടയ്ക്കിടയ്ക്ക് അന്വേഷിക്കുന്നത്. ഞാൻ നോ പ്രോബ്ലം എന്ന് പറയണം ഇടയ്ക്കിടയ്ക്ക്. ഞാൻ നോ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പുള്ളി ഹാപ്പിയായി. അങ്ങനെ ഞങ്ങൾ ഓടുകയാണ്. കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞു, കഫേ. ഞാൻ പറഞ്ഞു, എനിക്ക് കഫേ വേണ്ട. വീണ്ടും പുള്ളി കഫേ. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു സംശയമായി, ഇവർ ഇടയ്ക്കിടയ്ക്ക് കാപ്പി കുടിക്കുന്നവരാണ്. അപ്പോൾ പുള്ളിക്ക് കാപ്പി കുടിക്കണമെന്നാണോ ഈ പറയുന്നത് എന്നെനിക്ക് സംശയം. ഞാൻ പറഞ്ഞു, ഓക്കെ കഫേ. അപ്പോൾ പുള്ളിയുടെ മുഖവും തെളിഞ്ഞു. അടുത്തത് ഒരു കോഫി ഷോപ്പ്, അതായത് ഈ എല്ലാ പെട്രോൾ പമ്പിനോടും ചേർന്ന് ഒരു കോഫി ഷോപ്പ് ഉണ്ടാകും. കാരണം ഇവർ ഓരോ മണിക്കൂർ ഇടവിട്ട് അല്ലെങ്കിൽ അരമണിക്കൂർ കൂടുമ്പോൾ കാപ്പി കുടിക്കുന്നവരാണ്. ഒരു കോഫി ഷോപ്പിൻ്റെ മുമ്പിലേക്ക്, ഈ പെട്രോൾ പമ്പിലേക്ക് വണ്ടി കയറ്റി നിർത്തി ഞങ്ങളൊരു കോഫി ഷോപ്പിലേക്ക് ചെല്ലുന്നു. അപ്പോൾ ഇവിടെയുള്ള പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ കാപ്പി കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ ഒരു കുപ്പി വെള്ളം കൊണ്ടുവന്ന് ഇങ്ങനെ മേശ വെച്ചിരിക്കും. അത് നമ്മൾ പറയുമൊന്നും വേണ്ട, അത് ഇതിൻ്റെ കൂടെ ഉള്ളതാണ്. പുറകെ 2 കാപ്പി വരും. ഇവർ കാപ്പി കുടിക്കുന്നത് എങ്ങനെയെന്നറിയോ? ഒരു കവിള് കാപ്പി കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു കവിള് വെള്ളം കുടിക്കും, പിന്നെ ഒരു കവിള് കാപ്പി കുടിക്കും, പിന്നെ കുടിക്കും. ഇങ്ങനെ കുറേ സമയമെടുത്താണ് കുടിക്കുന്നത്. അപ്പോൾ അതിനാണ് ഈ വെള്ളം കൊണ്ടുവന്ന് വെക്കുന്നത്. അങ്ങനെ ഒരു കാപ്പി കുടിച്ചു. ഒരു ഉന്മേഷമൊക്കെ ആയി. അലക്സാൻഡ്രോസിൻ്റെ മുഖമൊക്കെ തെളിഞ്ഞു. ഈ തീരപ്രദേശത്ത് നിന്ന് ഇനി മലമ്പാതയിലേക്ക് കയറുകയാണ്. മലനിരകളിലൂടെയുള്ള യാത്രയാണ്. ജിറോക്കാസ്റ്റർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. ഗ്രീസിൻ്റെ അതിർത്തിയിലേക്കുള്ള ദീർഘമായ യാത്രയാണ്. അൽബേനിയയുടെ ഉൾനാടുകൾ, ജീവിതങ്ങൾ, അവിടുത്തെ മനുഷ്യർ, ഇത് കണ്ടുകൊണ്ടുള്ള യാത്രയാണ്. ആവേശകരമായൊരു യാത്ര. അൽബേനിയ, മാൽഡീവ്സ്, ജോർജിയ, എത്യോപ്യ.
സഞ്ചാരം വോളിയം നമ്പർ 11. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995 444 222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ.